ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോണേനെ. അപ്പോൾ ഇത് ഈ മെറ്റീരിയൽ നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ബാലൻസ് മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 3 വയസ്സിൻ്റെ കുട്ടിക്ക് പറ്റിയ ഫ്രോക്കിനുള്ള മെറ്റീരിയലാണ് ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ ഒപ്പം വയ്ക്കുക. 2 കഷ്ണം പീസ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അപ്പോൾ തുണിയെ ഇതുപോലെ 4ആയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ 8 ഇഞ്ച്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. 4.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതേ 4.5 ഇഞ്ച് തന്നെ താഴേക്ക് ഇറക്കി അടയാളപ്പെടുത്താം. അത് ഇവിടെയും 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് വരക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് മുട്ടിച്ചു കൊടുക്കാം. ഈ 8 ഇഞ്ചിൽ ഇവിടെ 6 എടുത്തത്. നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. 5.5 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് നീട്ടി വരച്ചു കണ്ടോ. എന്നിട്ട് ഇവിടെ 5.5 ഇഞ്ച്, ഇതാണ് നമ്മുടെ 8 ഇഞ്ചിൻ്റെ ലൈൻ. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ഒന്ന് നോട്ട് ചെയ്യാം. ഇത് തന്നെ താഴെയും അടയാളപ്പെടുത്താം. ഒരു പീസ് എടുക്കാം. 2 ഇഞ്ച് നെക്ക് അകലം, 2 ഇഞ്ച് ബാക്ക് നെക്ക് ഇട്ട് ഇതുപോലെ. എന്നിട്ട് ഇവിടെ ഒരു ഇത്തിരി ഓപ്പൺ കൊടുക്കണം. ബാക്ക് പീസ് തല കയറി വരാനായിട്ട് അല്പം ഓപ്പൺ ഇട്ടു. 3 ഇഞ്ചാണേ. ഇനി ഫ്രണ്ട് പീസ് എടുക്കാം. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി 2 ഇഞ്ച് താഴേക്ക് വരക്കാം. ഒരല്പം ഉള്ളിലേക്ക് കയറ്റിവിട്ടാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇതുപോലത്തെ ഒരു വലിയ പീസ് ഉണ്ട്. അപ്പോൾ ഞാനത് സ്കേർട്ട് പോർഷനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയിട്ടു. ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ 8 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് ബാക്കി 7 ഉള്ളൂ. അവിടെ മുതൽ 20 ഇഞ്ച് ലെങ്ത്താണ് ആവശ്യം. അപ്പോൾ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അവിടുന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം ബാക്കി 20 ഇഞ്ച് ഇവിടെയാണ് വരിക. അത് കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മെറ്റീരിയൽ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് കൊടുക്കാം. സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിനുള്ളത് ഇത്ര എടുത്തു. അതിന് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. ഈ ഒരു ഷേപ്പിലേക്ക് എടുത്തിരിക്കുകയാണ്. ഒരു 3 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് കഴിഞ്ഞ് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും. ഇത് നേരെ വരച്ചു കൊടുക്കാം. നമ്മൾ കൈക്കുഴിയുടെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരല്പം ചെരിവ് വേണം. പ്ലീറ്റ്സ് കൊടുത്തു.
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ ഞാൻ ഇതുപോലൊരു മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പീസിന് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിന് നമുക്ക് ഇതുപോലൊരു റഫായിട്ടൊരു തുണി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടേക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അപ്പോൾ നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കണേ. നെക്ക് ചെറുതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതൊന്ന് അയൺ ചെയ്യണം, നല്ലതാണ്. ഇനി ഇതിൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പീസ് ഈ ഭാഗത്ത് വെച്ച് ഇത് ക്ലോസ് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഈ ഭാഗം മടക്കി അടിക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ചെയ്ത് ഇത് അങ്ങോട്ടേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം.
ഇനി ഇത് നമുക്ക് ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒപ്പം വയ്ക്കുക. സൈഡ് ജോയിൻ ചെയ്യാം. താഴെ മടക്കി അടിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. താഴെ മടക്കി അടിച്ചു. ചെറിയ ചെറിയ ഫ്ലീറ്റ്സിനുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെ നല്ല ഭംഗിയായിരിക്കും. സ്ലീവ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യുക. താങ്ക് യു.